മക്കളെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് പണ്ടൊക്കെ രാവിലെ ചായക്ക് കടിക്ക് നമ്മളൊക്കെ ഉണ്ടാക്കി കഴിക്കണ ഒരു പലഹാരമാണ്. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. ചിലവർക്ക് ഇത് അറിയില്ല. ഇപ്പോൾ ഉള്ള മക്കൾക്കൊക്കെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്തു നോക്കണം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ 250 ml കപ്പ് കൊണ്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്ത പൊടിയാണ്. ഇതിന് വേണ്ടത് നമ്മൾ പത്തിരിക്ക് നൂൽപുട്ടും ഉണ്ടാക്കാൻ എടുക്കുമല്ലോ, ആ അരിപ്പൊടിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിന് ആദ്യം ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നമ്മൾ 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് തേങ്ങയാണ് ചിരണ്ടിയത് ഇടുക. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, അത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ അരിഞ്ഞിട്ടിട്ട് കൊടുത്താൽ എന്താണെന്നറിയോ, വേഗം നമുക്ക് അരഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കണില്ല, വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇനി നമുക്കിതിലൊരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കരട് മുരടായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. വല്ലാതെ അരയൊന്നും ചെയ്യണ്ട, കണ്ട ഇതേപോലെ കരട് മുരടായിട്ട് ചതച്ചാൽ മതിയേ. ഇനി ഇതിന് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി അരിപ്പൊടീനെ ഒന്ന് വാട്ടി കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകം നോക്കി ഇട്ടാൽ മതിയേ. ഈ വെള്ളത്തിൽ നമുക്ക് നോക്കി ഉപ്പിടണം. ഇപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ വെള്ളത്തിനേക്കാളും ഒരു ലേശം പൊടിക്ക് കൂടിയിട്ട് വേണം ഇടാൻ. അപ്പോഴാണ് നമ്മളെ മാവിലൊക്കെ ഉപ്പ് പിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് മാവിലൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് കത്തിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ, നമ്മുടെ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്ന തേങ്ങ അതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം. ഇത് കൂടി ഒന്ന് നല്ലപോലെ വെട്ടി തിളച്ച് വരട്ടെ. ഇതാ നമ്മുടെ വെള്ളം ഇപ്പം തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച 1.5 കപ്പ് പൊടി ഇതിലേക്ക് കുറേച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കാം. എന്താ മണം! ചെറിയുള്ളിയുടെയും ജീരകത്തിൻ്റെയും നല്ല മണമുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരട്ട് പൊടി. അരിപ്പൊടി എല്ലായിടത്തും നനയണം, അതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ പൊടി നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇതേപോലെ എടുത്ത് കൊട്ടിക്കൊടുക്കാം. ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എല്ലാ പൊടിയും ഇട്ട് കൊടുക്കാം. ചൂടാറിട്ടെടുക്കാം. ഇതിനി ഒന്ന് ചൂടാറിക്കോട്ടിട്ടോ. ചെറിയ ചൂടിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇപ്പം നല്ല ചൂടാണ്, ഒന്ന് ആറിക്കോട്ടെ. ഇപ്പം ഇതാ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ചെറിയ ചൂട് വേണം, അപ്പോഴാണ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു 5-6 മിനിറ്റ് കുഴക്കേണ്ടി വരും കേട്ടോ. ചെറിയ ചൂടൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒരു 5-6 മിനിറ്റ് കുഴയ്ക്കുമ്പോഴാണ് മാവ് നല്ല കൂടി കുഴഞ്ഞ് വരിക. കണ്ടില്ലേ, ഇതേപോലെ ഉരുണ്ട് വരിക കേട്ടോ. ഒരു വിള്ളലോ ഒന്നുമില്ല, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറൊക്കെയാണ് വേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് വാഴയിലയാണ്. ഇതിൽ നമുക്ക് ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടുന്നത് കേട്ടോ. മൊത്തത്തിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു ഉരുളയാക്കി എടുക്കാം. അത് എടുക്കുമ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത്ര വലിപ്പമുള്ള ഒരു ഉരുളയാക്കി എടുക്കുക. വല്ലാതെ കട്ടി കൂടാൻ പാടില്ല. ഇതിനി നന്നായിട്ട്
ക്യാപ്പും വിടകൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു വിടകൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഇലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇനി ഈ ഇലതാ ഇങ്ങനെ എടുത്ത് വെക്കാം. വെച്ചിട്ട് ഇനി ഒരു പാത്രമോ പ്ലേറ്റ് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് പ്ലേറ്റാണ്. അത് നമുക്കിതിൻ്റെ മേലെ അങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ അമർത്തി കൊടുക്കാം. നൈസിലൊന്നും പരത്തരുത്, ലേശം കട്ടിയിൽ വേണം പരത്താൻ. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേമാതിരി. ഇനി നമുക്ക് അടുത്തത് അതേപോലെ എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഉരുളകി വിടകുകളോ വിള്ളലുകളോ ഒന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ കൈ കൊണ്ടിങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതേമാതിരി. ഇനി നമുക്കിങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇല ഇങ്ങനെ വെച്ച് ഈ പ്ലേറ്റ് കൊണ്ട് പതുക്കെ അങ്ങനെ എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ അമർത്തി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഒന്നുകൂടി. ദാ ഇതേപോലെ എല്ലായിടത്തും ഒരേപോലെ കനത്തിൽ വേണം ഇങ്ങനെ ആക്കിയെടുക്കാൻ കേട്ടോ. നമുക്കിനി എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. ഇപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കണം. ഇതാ ഞാൻ അതിന് വേണ്ടി ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലിനി നമുക്ക് ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. മക്കളെ, ചട്ടി നല്ല ചൂടായിരിക്കണം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു വശത്തായാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട, ഒരു വശത്തായിട്ടുണ്ട്. ഒരു വശത്ത് നല്ലപോലെ ആയിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിനി മറുവശത്തും ഇതേപോലെ ആവട്ടെ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഉരട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് എല്ലാതും വേവിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ പലഹാരം ഉണ്ടാക്കാനുള്ള പണി ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇത് അറിയുണ്ടാവും, അല്ലാത്ത മക്കൾക്കൊന്നും അറിയുണ്ടാവില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കി കാണിച്ചത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.